നമസ്കാരം, ഞാൻ അസീസ് ചക്കട്ടവാറ. എല്ലാവരെയും ഒരിക്കൽ കൂടി ചക്കട്ടവാറ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തായിഫിലെ അൽ ഷഫ എന്ന മനോഹരമായ പ്രദേശത്തേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. അൽ ഷഫ മലനിരകളുടെ സുന്ദരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാനിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ബസ്സിലാണ്. തായിഫ് സിറ്റി സർവീസായിട്ട് ഈ അടുത്ത കാലത്ത് ഓപ്പൺ ചെയ്ത തായിഫ് ബസ്. ആ തായിഫ് ബസ്സിലെ മനോഹരമായ ആ യാത്ര, പുറം കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള ആ യാത്ര നമുക്ക് ഒന്നിച്ച് ആസ്വദിക്കാം. വരൂ എൻ്റെ കൂടെ. ഈ ബസ്സിൽ വെറും 7 റിയാലിന് നമുക്ക് അൽ ഷഫ മൊത്തം കറങ്ങിക്കണ്ട് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തിരിച്ച് റുദഫ് പാർക്ക് ബസ് സ്റ്റോപ്പിലേക്ക് തിരിച്ചെത്താനാകും. മറ്റ് രാജ്യങ്ങളിൽ നിന്നും തായിഫിന് പുറത്തുള്ള മക്ക, ജിദ്ദ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തായിഫ് കാണാൻ വരുന്നവർക്ക് അൽ ഷഫ പോലുള്ള മനോഹര പ്രദേശങ്ങൾ ചെറിയ ചിലവിൽ, അതായത് വെറും 7 റിയാലിന് ഈ അൽ ഷഫ മൊത്തം കറങ്ങിക്കണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു യാത്രാമാർഗമാണ് ഈ തായിഫ് ബസ്. റുദഫ് പാർക്കിൽ നിന്നും അൽ ഷഫ വരെ വെറും 3.5 റിയാലാണ് ഈ ബസ് ചാർജായിട്ട് ഈടാക്കുന്നത്. ഷഫയിൽ നിന്ന് തിരിച്ച് റുദഫ് പാർക്കിലേക്കും വെറും 3.5 റിയാൽ മാത്രം. മസ്ജിദുൽ അബ്ബാസിനടുത്തുള്ള ബസ് സ്റ്റേഷനിൽ നിന്നും ഈ ബസ്സിൽ യാത്ര ചെയ്യാനുള്ള കാർഡ് ലഭിക്കും. ദുബായ് മെട്രോ കാർഡൊക്കെ പോലെ, അല്ലെങ്കിൽ ദുബായിലെ ബസ്സിനൊക്കെ ഉള്ള കാർഡ് പോലത്തെ കാർഡ് ലഭിക്കും. ആ കാർഡ് 20 റിയാലിൻ്റെ കാർഡ് മേടിക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ച ശേഷം നമുക്ക് വീണ്ടും ആ കാർഡ് തന്നെ റീചാർജ് ചെയ്യാനും ഉള്ള സൗകര്യമുണ്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് ബസ്സിൽ യാത്രക്കാരൊന്നുമില്ല. ഞാനും എൻ്റെ ഒരു സുഹൃത്തായ സുഡാൻ പൗരൻ നിസാർ മാത്രമാണ് കൂടെയുള്ളത്. ഇത്രയും കാലം സ്വന്തം കാർ ഉപയോഗിച്ച് അൽ ഷഫയിലൊക്കെ പോയി വന്നിട്ടുള്ള എനിക്ക് ഈ ബസ്സിലുള്ള യാത്ര ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് തന്നെയായാലും കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റില്ലല്ലോ. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചുറ്റുപാടുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ്. റുദഫിൽ നിന്ന് അൽ ഷഫ വരെയുള്ള മുഴുവൻ വീഡിയോകളും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ചെയ്ത വീഡിയോകളിൽ ഒന്നുപോലും ഒഴിവാക്കാനില്ല. അത്രക്ക് മനോഹരമായ കാഴ്ചകളാണ്. ഈ മരുഭൂമി എന്ന് പറയാൻ പറ്റില്ല. സുന്ദരമായ പുല്ലുകൾ പൊടിച്ചു നിൽക്കുന്ന മലനിരകളുടെ ഇടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഈ മനോഹര പാതയിലെ കാഴ്ചകൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. റുദഫിൽ നിന്നും ഷഫ വരെയുള്ള മുഴുവൻ ഭാഗങ്ങളും നിങ്ങളെ കാണിക്കേണ്ടതുള്ളത് കൊണ്ട് 2 ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അത്രയും ഒരു ഭാഗങ്ങളും വിട്ടുകളയാണ്ട് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഓരോ വീഡിയോ ഒറ്റ വീഡിയോ ആണെങ്കിൽ വളരെ ദൈർഘ്യമുള്ള വീഡിയോ ആയിപ്പോവും. അതുകൊണ്ട് ഈ 1-ാം ഭാഗം മുഴുവനായിട്ട് കണ്ട ശേഷം ഞാൻ 2-ാം ഭാഗം കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണുക. അൽ ഷഫയെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് അൽ ഷഫ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം, മിക്ക സമയങ്ങളിലും കോടമഞ്ഞുള്ള പ്രദേശം, ഏറ്റവും കൂടുതൽ തണുപ്പുള്ള തായിഫിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള പ്രദേശം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ അൽ ഷഫ പ്രദേശത്തിനുണ്ട്. ഷഫ മലനിരകളിൽ നിറയെ തഴച്ചു വളരുന്ന ബർസോമി ചെടികളുണ്ട്. ബർസോമി എന്ന ഒരു തരം കള്ളിച്ചെടി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ട്. ഈ കള്ളിച്ചെടിയുടെ പഴം വളരെ സ്വാദിഷ്ടമാണ്. ഈ പഴത്തിൻ്റെ മുകളിലും മുള്ളുകളുണ്ടാവും. ഗ്ലൗസ്, പ്ലാസ്റ്റിക്കിൻ്റെ റബ്ബർ ഗ്ലൗസ് ധരിച്ചു കൊണ്ട് വേണം ഇത് തൊലി കളയാനൊക്കെ. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ തായിഫിൻ്റെ ഏത് വഴിയോരങ്ങളിലും ഈ ബർസോമി എന്ന പഴം തൊലിയെത്തി വിൽക്കുന്നുണ്ടാവും. വളരെ സ്വാദിഷ്ടമായ ഒരു പഴമാണ് ബർസോമി. നമ്മുടെ നാട്ടിൽ കള്ളിച്ചെടി ഉണ്ടെങ്കിലും അതിൻ്റെ പഴം ഉണ്ടാകുന്നതിനെ പറ്റിയോ അത് ആരെങ്കിലും കഴിക്കുമോ എന്നതിനെ പറ്റിയൊന്നും ആർക്കും അറിയില്ല. ഞാനും ഈ തായിഫിൽ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഈ ബർസോമി ചെടി കാണുന്നതും അതിൻ്റെ സ്വാദിഷ്ടമായ പഴം കഴിക്കുന്നതും.
ഈ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റുദ്ദഫിൽ നിന്നും തായിഫിലേക്ക് അൽ ഷഫയിലേക്കുള്ള ഈ റോഡ് ഷഫയിൽ ചെന്ന് അവസാനിക്കുകയാണ്. ഷഫയുടെ അപ്പുറത്തോട്ട് മറ്റൊരു നഗരമോ മറ്റൊരു ഗ്രാമമോ അങ്ങോട്ട് റോഡോ ഇല്ല. പിന്നെ ആ ഷഫയിലെ ആ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അഗാധമായ ഒരു ഗർത്തമാണ് നമുക്ക് കാണാൻ പറ്റുക. മൂന്നാറിലെ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന മലനിരകളുടെ അതേ കാഴ്ചയാണ് നമുക്ക് ആ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ പറ്റുക. നീലക്കുറിഞ്ഞികൾ ഇല്ല എന്നതൊഴിച്ചാൽ അവിടെ നിന്നെടുത്ത ഫോട്ടോകളും ഈ അൽഷഫയിലെ ആ വ്യൂ പോയിന്റിൽ നിന്ന് എടുത്ത ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെ ആയിരിക്കും കാണാൻ കഴിയുക. സൗദിയുടെ മറ്റു ഭാഗങ്ങളിൽ ചുട്ടുപൊള്ളുന്ന ചൂടുള്ള സമയങ്ങളിലാണ് ആഭ്യന്തര ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ തായിഫിലും ഈ അൽഷഫ പ്രദേശങ്ങളിലും വന്ന് ടെൻ്റടിച്ചും റിസോർട്ടുകളിൽ വാടക എടുത്ത് താമസിച്ചൊക്കെ വേനൽക്കാല അവധി വിനിയോഗിക്കുന്നത്. നമ്മൾ യാത്ര പുറപ്പെട്ടിട്ട് ഏകദേശം കുറച്ച് സമയമായിട്ട് ചരിഞ്ഞ കയറ്റത്തിലൂടെയായിരുന്നു ബസ് യാത്ര ചെയ്തിരുന്നത്. ഇനി അങ്ങോട്ട് ഭീകരമായ കയറ്റം തന്നെയെന്ന് പറയേണ്ടി വരും. ഒരു പക്ഷേ വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര വ്യക്തത വരണമെന്നില്ല, നേരിട്ട് കാണുമ്പോഴാണ് ആ കയറ്റത്തിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാകുക. ഈ കയറ്റം കയറി മുകളിലോട്ട് ചെല്ലും തോറും തണുപ്പ് കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. കൂടാതെ മലകൾ കൂടുതൽ ഹരിതാഭമാകുന്നതും കാണാനാകും.
നമ്മൾ ഏകദേശം അൽ ഷഫ സിറ്റിയോട് അടുത്തെത്താനായിട്ടുണ്ട്. അൽ ഷഫ സിറ്റി എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ടൗണൊന്നുമല്ല. ഈ വലിയ കയറ്റം കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ ചെറിയ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സിറ്റിയാണ് അൽ ഷഫ. ഇവിടെ വീടുകളൊന്നുമില്ല. കാര്യമായിട്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ചില റിസോർട്ടുകളും പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളൊക്കെയാണ് കാണാൻ കഴിയുക. പിന്നെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഹൈലൈറ്റ് തന്നെ ആ വ്യൂ പോയിൻ്റാണ്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥയാണ്. ഏത് ചൂട് സമയത്തും ഇവിടെ തണുത്ത കാലാവസ്ഥയായിരിക്കും. അതുപോലെ കൊടുംവേനലുള്ള സമയത്തൊക്കെ ഇവിടെ മഴ പെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. സൗദി അറേബ്യ പോലുള്ള ഒരു മരുഭൂമി നിറഞ്ഞ രാജ്യത്ത് ടൗണുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഈ അൽ ഷഫയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ ഒരുപാടുണ്ട്. കാരണം വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതി തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മൂന്നാറിലൊക്കെ കാണാൻ പറ്റുന്നത് പോലെയുള്ള ഒരു ഭംഗിയുള്ള വ്യൂ പോയിൻ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ആ വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ ആണ് ഉൾക്കൊള്ളിക്കാൻ പറ്റും. കാരണം ഈ വീഡിയോ ഒരുപാട് ലെങ്തായി പോയതുകൊണ്ടാണ്. അപ്പം പിന്നെ ഇതിന് ശേഷം വരുന്ന ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസുകളുണ്ട് തായിഫിൽ. അവിടുത്തെ വീഡിയോകളും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. തായിഫ് കാണാൻ വരുന്നവർ കാറുമായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ റുത്തഫ് പാർക്കിൽ അവിടെ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് ഗ്രൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം ഈ ബസ്സിന് ടിക്കറ്റ് എടുത്ത് ഷഫയിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും സൗകര്യം. രാവിലെ മുതൽ രാത്രി വരെ ഇഷ്ടംപോലെ ബസ്സുകൾ പുറകെയായിട്ട് സർവീസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു യാത്ര ബുദ്ധിമുട്ടുകളും സംഭവിക്കില്ല. ഈ ബസ് സർവീസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഷഫയിലേക്ക് വരണമെങ്കിൽ സ്വന്തം വണ്ടിയുള്ളവർക്ക് മാത്രമേ വരാൻ പറ്റുമായിരുന്നുള്ളൂ. കാരണം ഈ വഴിക്ക് ഒരു ടാക്സി സർവീസ് പോലും ഇല്ല. ഇപ്പോൾ ഈ തായിഫ് ബസ് സർവീസ് നടത്തുന്നത് വലിയ ഉപകാരം തന്നെയാണ്, വലിയൊരു അനുഗ്രഹം തന്നെയാണ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. ഉച്ചയ്ക്ക് മുമ്പാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ബസ്സിലൊക്കെ ഇഷ്ടംപോലെ സീറ്റുകളൊക്കെ ഉണ്ടാവും. നല്ല കാലിയടിച്ചാണ് അധികം സർവീസ് നടത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഭാഗത്തേക്ക് കൂടുതലായിട്ട് ടൂറിസ്റ്റുകൾ ഇറങ്ങുന്നത്. സൗദികൾ പോലും ഇപ്പം ബസ്സിലാണ് ഷഫയിലേക്ക് യാത്ര ചെയ്യുന്നത്. കാരണം അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഈ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവും. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ കണ്ടതിന് നന്ദി.